ജോൺ ബ്രിട്ടാസ് എം പി മാധ്യമങ്ങളെ കാണുന്നു. കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുമായിട്ട് ഇക്കാര്യം സംസാരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഫലപ്രദമായ ഒരു സാഹചര്യം സംജാതമാക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചർച്ചകൾ ഒരു സൂഫി പ്രവർത്തകനുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇടപെടലിന് ഗുണപരമായിട്ടുള്ള ചില പ്രതലങ്ങളുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതായിട്ടുള്ള വിവരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. മാത്രമല്ല ആ കുടുംബത്തിലെ ഏതാനും വ്യക്തികൾക്ക് ഇക്കാര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനിയും തുടരും. ഇതൊരു ഇടവേളയായിട്ട് മാത്രം കാണണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. വളരെ സെൻസിറ്റീവായിട്ടൊരു വിഷയമായതുകൊണ്ട് തന്നെ ഇതിൽ കടന്ന് ഉള്ള അഭിപ്രായ പ്രകടനങ്ങളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കുന്നതാണ് നല്ലത്. മാത്രമല്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു വിഷയമാണ്. മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യം മാത്രമല്ല അവിടെയുള്ള ഹൂതി വിഭാഗത്തുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് വളരെ സംയമനത്തോടു കൂടി തന്നെയാണ് നമ്മൾ പ്രതികരിക്കേണ്ടത്. പക്ഷേ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്ന കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ഇടപെടൽ, ആ ഇടപെടൽ എന്ന് പറയുന്നത് അതൊരു സദ്ഭാവനയുടെ കൂടി ഒരു പ്രതീകമാണ്. അപ്പോൾ അത് ഈ ഒരു വഴിക്ക് ഇത്രത്തോളം പുരോഗതി ഉണ്ടാക്കിയത് ഏതൊരു മലയാളിക്കും ഏതൊരു ഇന്ത്യക്കാരനും സന്തോഷം പകരുന്നൊരു കാര്യമാണ്. ഗവൺമെൻറ് തലത്തിലും കൂടെ തുടർ നടപടി വേണ്ടേ സാർ? ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകണം സ്വാഭാവികം. തീർച്ചയായിട്ടും. എന്താ കാരണം എന്ന് വെച്ചാൽ ഔപചാരികമായിട്ടുള്ള സംവിധാനങ്ങളുടെ ഒരു പിൻബലവും കൂടി വേണം. ഇപ്പോൾ ഞാൻ വിദേശകാര്യ മന്ത്രിക്ക് കത്തെഴുതിയപ്പോൾ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ വിഷയം 2-3 വർഷം മുമ്പ് ഞാൻ പാർലമെൻറ്റിൽ ഉയർത്തിയതാണ്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിൽ വീണ്ടും ചോദ്യം ഉയർത്തിയതാണ്. അപ്പോഴൊക്കെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഔപചാരികമായിട്ടുള്ള ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ഔദ്യോഗിക സംവിധാനങ്ങൾക്കപ്പുറത്തുള്ള സംവിധാനങ്ങൾ കൂടി നമ്മൾ ഉപയോഗപ്പെടുത്തണം. ഇപ്പോൾ കാന്തപുരം മുസ്ലിയാർ ഈ കാര്യത്തിൽ രംഗത്ത് വന്നതുപോലെ മറ്റു പലർക്കും അക്കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരെയും കൂടി ഇതിലേക്ക് അണിനിരത്തണം. അതിലൊരു പ്രത്യേകമായ ഒരു കാര്യം ഞാൻ എടുത്തു പറഞ്ഞത്, ഈ ഹൂതി മിലിഷ്യയുടെ മുകളിൽ നിയന്ത്രണമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള ഒരു രാജ്യം ഇറാനാണ്. ഇറാനുമായിട്ട് വലിയൊരു ബന്ധമുള്ളവരാണ്. അപ്പം ഇറാനുമായിട്ട് നമുക്ക് എത്രയോ കാലത്തെ സൗഹൃദമുണ്ട്. ആ ഗവൺമെൻറ്റിൻ്റെ ഗുഡ് വില്ല്, ആ ഗവൺമെൻറ്റിൻ്റെ സേവനം അല്ലെങ്കിൽ അവരുടെ ഗുഡ് ഓഫീസ് വിനിയോഗിക്കാനുള്ള ഒരു സംവിധാനം വേണം. മറ്റൊന്ന് അബുദാബി സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഖലീഫ ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ പല ഘട്ടങ്ങളിലും എനിക്കറിയാവുന്ന കാര്യമാണ്. യമനിൽ പരിക്കേറ്റ ഈ പറഞ്ഞ സിവിൽ വാറിലൊക്കെ പരിക്കേറ്റുള്ള ആൾക്കാരെ ചികിത്സയ്ക്കായിട്ട് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫൗണ്ടേഷൻ്റെ ഒരു ഗുഡ് ഓഫീസ് കൂടി ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം കൂടി ആരായണമെന്ന് വിദേശകാര്യ വകുപ്പിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നിമിഷം നമുക്ക് സന്തോഷം ആശ്വാസം പകരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമെന്ന് പറയുന്നത് നമ്മുടെ അബൂബക്കർ മുസ്ലിയാറിൻ്റെ ഇടപെടൽ വളരെ ഗുണപ്രദമായ രീതിയിൽ ഉള്ള ഒരു വഴിത്തിരിവ് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഇതിനൊരു സൂക്ഷ്മതലത്തിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിൽ പോലും ആ കുടുംബത്തിലെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു വശമുണ്ട്. ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ഉമ്മയ്ക്കും സഹോദരനും പല കാര്യങ്ങളും ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. എന്ന കാരണം വെച്ചാൽ അവരുടെ കുടുംബത്തിലെ ഒരു അംഗത്തിൻ്റെ ഒരു മരണം സ്വാഭാവികമായിട്ടും അവരെ പിടിച്ചുലയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ദിയാധനത്തിനപ്പുറത്തുള്ള ഒരു പ്രത്യേക തലമുണ്ട്. അതുകൊണ്ടാണ് ഇദ്ദേഹം മതപണ്ഡിതരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ളൊരു ചർച്ച അവിടെ സാധ്യമാക്കിയത്. അവർക്ക് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഒരു ആത്മീയ വശത്തെക്കുറിച്ചും ഖുറാൻ്റെ ഒരു ആത്യന്തികമായിട്ടുള്ള തലത്തെക്കുറിച്ചൊക്കെ പറയാൻ പറ്റും. ആ കുടുംബാംഗങ്ങളുടെ വികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു പ്രായശ്ചിത്തത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഒരു പ്രസക്തിയെക്കുറിച്ച് ഊന്നാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അവർ പറയുന്നത് ലോക്കൽ ജയിൽ അതോറിറ്റീസും അതുപോലെ പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ഓഫീസും ഇക്കാര്യം അറിയിച്ചു. ഈ വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞ വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് വരുന്നത്, ആശ്വാസകരമായ വിവരങ്ങൾ തന്നെയാണ് വരുന്നത്. കൂടുതൽ തുടർ ചർച്ചയ്ക്ക് വഴിയൊരുക്കാവുന്ന തരത്തിൽ നമുക്ക് സമയം കിട്ടുന്നു എന്നത് തന്നെയാണ് നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. യമനിൽ നിന്ന് വരുന്നത് അത് ആ ശിക്ഷ നടപ്പാക്കുന്നത് നാളെയാണ്. അത് നീട്ടിവച്ചിരിക്കുന്നു. ആ നീട്ടിവച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ കുടുംബവുമായി ആ ഗോത്രവുമായി കൂടുതൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. അതിനുള്ള സാവകാശമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൻ്റെ വിവരങ്ങളായിരുന്നു ഈ മണിക്കൂറുകളിൽ നമ്മളെ തേടിയെത്തിയ ഒരു ആശ്വാസ വാർത്ത.